പ്രിയമുള്ളവരെ, ഇരണാവ് യു പി സ്കൂളിൻ്റെ അകത്തളങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കുട്ടികളെ നയിച്ചുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നേതൃത്വം വഹിച്ച പ്രമുഖരിൽ ഒരാളായിരുന്നു ശ്രീ KM ഗോവിന്ദൻ മാസ്റ്റർ, ഇരണാവ് യു പി സ്കൂൾ സ്ഥാപക മാനേജർ. ശ്രീ തുപ്പായിരാമൻ എന്നയാളുടെ വീട്ടിൽ വളരെ കുറച്ചു കുട്ടികളുമായാണ് ഇന്നത്തെ ഇരണാവ് യു പി സ്കൂളിനെ തുടക്കമിട്ടത്. കുട്ടികൾ വർദ്ധിച്ചതിനു ശേഷം 1 മുതൽ 3 വരെ ക്ലാസുകൾ ആനാങ്കുവലിൽ ആരംഭിച്ചു. 1932 സ്കൂൾ കപ്പക്കടവിലേക്ക് മാറ്റി. 1934 1 മുതൽ 3 വരെ ക്ലാസുകൾക്ക് അംഗീകാരം ലഭിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1957 സ്കൂൾ ഇന്നത്തെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഇന്ന് 600-ലധികം കുട്ടികളും 25-ൽ പരം അധ്യാപകരുമുള്ള ഇരണാവ് യു പി സ്കൂൾ പാപ്പിനിശ്ശേരി സബ് ജില്ലയിലെ ഏറ്റവും വലിയ യു പി സ്കൂൾ കൂടിയാണ്. കൂടാതെ മികവിൽ ഏറെ മുൻപന്തിയിലുള്ള വിദ്യാലയവും. ഓരോ അധ്യയന വർഷവും ഏറ്റവും ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു നമ്മുടെ ഈ വിദ്യാലയം. വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സമഗ്ര ശേഷികളുടെയും വികാസമാണെങ്കിൽ അത്തരം വിദ്യാഭ്യാസമാണ് ഇരണാവ് യു പി സ്കൂളിൽ നിന്നും ലഭിക്കുന്നത്. പുസ്തക പഠനത്തിനപ്പുറം കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തമ ലക്ഷ്യം. ഇന്ന് 92-ാം വാർഷികാഘോഷവേളയിൽ 2025-26 അധ്യയന വർഷത്തെ ഇരണാവ് യു പി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുടെയും പരിപാടികളുടെയും നേട്ടങ്ങളുടെയും സമഗ്രമായ റിപ്പോർട്ടിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ജൂൺ 2 നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടന്നു. തുടർന്ന് KG 1-ാം ക്ലാസ് കുട്ടികൾക്ക് സമ്മാന കിറ്റ് വിതരണം ചെയ്തു. ജൂൺ മാസത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകൾ രൂപീകരിച്ചു. തുടർന്ന് പ്രധാന ദിനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തന കലണ്ടർ ഉണ്ടാക്കി. ദിനാചരണങ്ങൾ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയും മത്സര പരിപാടികളിലൂടെയും ഗംഭീരമായി ആചരിച്ചു. വിജയികൾക്ക് അസംബ്ലിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. സെപ്റ്റംബർ 5 അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് പഴയകാല അധ്യാപികയായ തമ്പായി ടീച്ചറെ PTA പ്രസിഡന്റ് HM എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടിൽ പോയി ആദരിച്ചു. തുടർച്ചയായ 2-ാം വർഷവും പാപ്പിനിശ്ശേരി സബ് ജില്ലയിൽ മികച്ച അറബി ക്ലബിനുള്ള ഉപഹാരം ഇരണാവ് യു പി സ്കൂൾ കരസ്ഥമാക്കി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട മാഗസിൻ നിർമ്മാണത്തിലും പാപ്പിനിശ്ശേരി ഉപജില്ലാ തലത്തിൽ ഇരണാവ് യു പി 1-ാം സ്ഥാനം നേടി. അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് മത്സരത്തിൽ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടിയ വിദ്യാലയം എന്ന പദവിയും നമ്മുടെ വിദ്യാലയം സ്വന്തമാക്കി. അറബിക് ഭാഷാദിന ക്വിസിൽ അസ്ഹ ഫാത്തിമ സംസ്ഥാന തലത്തിൽ വിജയിയായതും അറബിയുടെ സ്വാധീനത്തിന്റെ ബാഹുല്യം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഉറുദു ഭാഷയിലും ഉജ്ജ്വല മുന്നേറ്റമുണ്ടാക്കാൻ ഇരണാവ് യു പിക്ക് സാധിച്ചിട്ടുണ്ട്. SM സർവർ സബ് ജില്ലാതല മെഗാ ക്വിസ് മത്സരത്തിൽ 7-ലെ റിഹാൻ 1-ാം സ്ഥാനം നേടിക്കൊണ്ട് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി. അല്ലാമ ഇക്ബാൽ സ്റ്റേറ്റ് ലെവൽ ഉറുദു ടാലന്റ് മീറ്റിലും ഇരണാവ് യു പി വിജയികളായി. കൂടാതെ ഉറുദു സോക്കർ ധമാക ഫുട്ബോൾ മത്സരത്തിൽ ഇരണാവ് യു പി മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ടായിരുന്നു. നിഷാൽ മികച്ച കളിക്കാരനായി. അഴീക്കോട് നടന്ന സബ് ജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം റണ്ണേഴ്സ് അപ്പ് ആവുകയും ധനു നന്ദ് മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളും ഫുട്ബോൾ കളിയിൽ ഒട്ടും പിറകിലല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാപ്പിനിശ്ശേരി സബ് ജില്ലാ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇരണാവ് യു പി വിജയികളായതും കാൽപന്ത് കളിയുടെ മാന്ത്രിക സ്പർശനത്തിലേക്ക് നമ്മുടെ വിദ്യാലയം നൽകുന്ന പരിശീലനത്തിന്റെ ഭാഗമായാണ്. ഇരണാവ് യു പി ഈ വർഷം നടത്തിയ മറ്റൊരു ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു ആകാശവാണിയിൽ കിളിക്കൂട്ടം പരിപാടി അവതരിപ്പിച്ചത്. 40ഓളം കുട്ടികൾ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ച് റെക്കോർഡ് ചെയ്തപ്പോൾ അവർക്കത് പുതിയൊരനുഭവവും ആവേശവും അറിവുമായി മാറി. നമ്മുടെ വിദ്യാലയത്തിന്റെ തനത് സവിശേഷതയാണ് 1-ാം ക്ലാസ് മുതലുള്ള ഹിന്ദി പഠനം. അതുകൊണ്ട് തന്നെ 5-ാം ക്ലാസ് മുതൽ രാഷ്ട്രഭാഷയായ ഹിന്ദി കുട്ടികൾക്ക് വളരെ ലളിതമായി മാറുന്നു.
കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയിൽ 98% കുട്ടികളും എ ഗ്രേഡ് നേടുന്നത് ഹിന്ദിയെയും കുട്ടികൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഹിന്ദി പോലെ സംസ്കൃതത്തിലും അറബിയിലും 1-ാം ക്ലാസ് മുതൽ ഇവിടെ പഠനം ആരംഭിക്കുന്നു. പഠനത്തിൽ മെച്ചപ്പെടേണ്ട കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലുമായി കരുതൽ ക്ലാസുകൾ ഏറെ കരുതലോടെ നൽകി വരുന്നു. മികച്ച സ്കൗട്ട് ക്ലബ് യൂണിറ്റുകൾ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. ഓണം, ക്രിസ്മസ്, ഈദുൽ ഫിത്തർ തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും തനിമ നിലനിർത്തിക്കൊണ്ട് കൊണ്ടാടി. മാവേലിയുടെ മണ്ണിനും മലയാളിയുടെ മനസ്സിനും മാധുര്യമേറുന്ന ഓർമ്മകളുമായി കടന്നുവരുന്ന ഓണക്കാലത്തെ നമ്മുടെ വിദ്യാലയം അതിഗംഭീരമായി ആഘോഷിച്ചു. പുതിയ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം നമ്മുടെ വിദ്യാലയ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. ക്ലാസ് തലത്തിൽ പൂക്കളമൊരുക്കിയും ഓണപ്പാട്ട് അവതരിപ്പിച്ചും കേരളീയ വേഷങ്ങൾ ധരിച്ചും മാവേലി കെട്ടിയും കുട്ടികൾ ഓണത്തെ വരവേറ്റു. രക്ഷിതാക്കളുടെ കസേരക്കളി മത്സരം ഓണാഘോഷത്തിന് ആവേശം പകർന്നു. കൂടാതെ സിംഫണി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും ഏറെ പൊലിമയേകി. എന്നാൽ ഇരണാവ് UPയെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയത് 1700ഓളം ആളുകൾ പങ്കെടുത്ത ഓണസദ്യയായിരുന്നു. സദ്യയുടെ സംതൃപ്തി ഏവരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് അവധിക്കാലത്ത് 6ലെ കുട്ടികൾക്ക് സ്നേഹക്കൂട് എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളായി നടന്ന ക്യാമ്പ് കുട്ടികൾ ഏറെ ആസ്വദിച്ചു. കൂടാതെ ക്രിസ്മസ് ആഘോഷവും ഗംഭീരമായി നടന്നു. ഇരണാവ് UPയുടെ ചരിത്രത്തിൽ ഇടം നേടിയ മറ്റൊരാഘോഷമായിരുന്നു മാർച്ച് 16 നടന്ന സമൂഹ നോമ്പുതുറ ഇഫ്താർ സംഗമം. കുട്ടികളും രക്ഷിതാക്കളും അയൽപ്പക്കങ്ങളും ക്ലബ്ബുകളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ നടന്ന നോമ്പുതുറ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദീപം എല്ലാവരുടെയും കൽബിനെ പ്രകാശപൂരിതമാക്കി. കലാ കായിക ശാസ്ത്രമേളകളിൽ കരുത്തുറ്റ മുന്നേറ്റത്തോടെ 2025-26 അധ്യയന വർഷത്തിലും നമ്മുടെ വിദ്യാലയം കിരീടം നിലനിർത്തി. ഏറ്റവും കൂടുതൽ ഓവറോൾ കരസ്ഥമാക്കിയ ഉപജില്ലയിലെ ഏക വിദ്യാലയമായി ഇരണാവ് UP സ്കൂൾ. ശാസ്ത്രമേളകളിൽ UP സാമൂഹ്യശാസ്ത്രം ഓവറോൾ 1-ാം സ്ഥാനം, IT മേള, ഗണിതശാസ്ത്രമേള ഓവറോൾ 2-ാം സ്ഥാനം, പ്രവൃത്തി പരിചയമേളകളിൽ പങ്കെടുത്ത 20 ഇനങ്ങളിൽ 19ലും എ ഗ്രേഡ്, കലോത്സവത്തിൽ UP ജനറൽ ഓവറോൾ 1-ാം സ്ഥാനം, LP അറബിക്, UP അറബിക് ഓവറോൾ 1-ാം സ്ഥാനം, UP സംസ്കൃതം 3-ാം സ്ഥാനം നേടിക്കൊണ്ട് പാപ്പിനിശ്ശേരി സബ് ജില്ലയിൽ വിജയ തരംഗം സൃഷ്ടിച്ച വിദ്യാലയമായി ഇരണാവ് UP സ്കൂൾ. കൂടാതെ ജില്ലാതല കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാലയവും നമ്മുടെ വിദ്യാലയമാണെന്ന കാര്യം ഏറെ അഭിമാനത്തോടെ പങ്കുവയ്ക്കുന്നു. തൃഷ, അസ്ക, റിസ, റിഹാൻ, ആവണി, ആദിദേവ്, ഋതിക, നിരഞ്ജൻ എന്നീ കുട്ടികളാണ് ജില്ലാതലത്തിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് ഇരണാവ് UPക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊടുത്തത്. പൊതുവിജ്ഞാനത്തിലും പാഠപുസ്തകത്തിനപ്പുറമുള്ള അഗാധ വായനയിലും നമ്മുടെ കുട്ടികൾ ഏറെ മുന്നിലാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ക്വിസ് മത്സരത്തിലും ഇരണാവ് UP റെക്കോർഡ് വിജയം നിലനിർത്തി. അക്ഷരമുറ്റം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, കാർഷിക ക്യൂസ്, സ്വദേശ് മെഗാ ക്യൂസ്, അറിവുത്സവം, അറബിക് ഭാഷാദിന ക്യൂസ്, ഉറുദു ക്യൂസ്, IT ക്യൂസ്, സാഹിത്യ ക്യൂസ്, സംസ്കൃതം ക്യൂസ് എന്നിങ്ങനെ വിവിധ ക്യൂസ് രംഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ 1-ാം സ്ഥാനം നേടിയത് ഏറെ പ്രശംസനീയമാണ്. അസ്ക ഫാത്തിമ ക്യൂസ് പ്രതിഭയായി മാറി. വർണ്ണോത്സവത്തിൽ ജില്ലാതലത്തിൽ ഉപന്യാസ രചനയിലും കഥാരചനയിലും റിസ 1-ാം സ്ഥാനവും റൺവിത 3-ാം സ്ഥാനവും നേടിക്കൊണ്ട് മികച്ച വിജയം നേടി. സർഗോത്സവത്തിൽ ജില്ലാതലത്തിൽ മാറ്റുരച്ച തൃഷ അനീഷ് വിജയതിലകം ചാർത്തിക്കൊണ്ട് ഇരണാവ് UPക്ക് പൊൻപ്രഭയേകി. ശിശുദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെയും കണ്ണൂർ വിമുക്തി മിഷന്റെയും നേതൃത്വത്തിൽ എൻ്റെ കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച പോസ്റ്റർ രചനാ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സബ് ജില്ലാ ന്യൂമാസ് പരീക്ഷയിൽ റൺവിത, അൻസിക എന്നീ കുട്ടികൾ മികച്ച റാങ്ക് നേടി ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി. അതുപോലെ മാത്സ് ടാലന്റ് സെർച്ച് എക്സാം, ഗണിത ക്യൂസ് എന്നിവയിലും റൺവിതയിലൂടെ ഇരണാവ് UP നേടിയ വിജയം ഗണിത തന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള പരിശീലനത്തിൽ നമ്മുടെ വിദ്യാലയം ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. മൗലാന ആസാദ് IAS അക്കാദമി നടത്തിയ ബഡ്ഡിംഗ് സ്പീക്കർ ജില്ലാതല പ്രസംഗ മത്സരത്തിൽ റിസ ഫൈസൽ 1-ാം സ്ഥാനം നേടിയതും 3-ാം ക്ലാസ്സിലെ അമർ റഹീസ് എന്ന കൊച്ചുമിടുക്കൻ കലോത്സവത്തിൽ 80-ൽ പരം കുട്ടികളെ പിന്തള്ളിക്കൊണ്ട് സബ് ജില്ലയിൽ 1-ാം സ്ഥാനം നേടിയതും പ്രസംഗകലയിൽ നമ്മൾ നൽകുന്ന ചിട്ടയായ പരിശീലനത്തിന്റെ ഭാഗമായാണ്.
കല്യാശ്ശേരി പഞ്ചായത്ത് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് ശുചിത്വ പഠനോത്സവത്തിൽ ഇരണാവ് UP 1-ാം സ്ഥാനം നേടിക്കൊണ്ട് ശുചിത്വ പരിപാലനത്തിലും പ്രവർത്തനത്തിലും നമ്മുടെ കുട്ടികൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നു എന്ന കാര്യം കൂടി തിരിച്ചറിയുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പിൽ 2025-26 അധ്യയന വർഷത്തിൽ പാപ്പിനിശ്ശേരി സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് ഇരണാവ് UP ചരിത്ര വിജയം ആവർത്തിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ 17 കുട്ടികൾ USSഉം 13 കുട്ടികൾ LSSഉം നേടിക്കൊണ്ട് കല്യാശ്ശേരി മണ്ഡലത്തിലും പാപ്പിനിശ്ശേരി സബ് ജില്ലയിലും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടിയ വിദ്യാലയമായി ഇരണാവ് UP തെരഞ്ഞെടുത്തപ്പോൾ ശാസ്ത്ര കലാമേള വിജയങ്ങൾക്കൊപ്പം തുന്നിച്ചേർത്ത അക്കാദമിക മികവിന്റെ അടയാളപ്പെടുത്തലായി മാറി. കൂടുതൽ മാർക്ക് നേടിയ അനവധ്യ ഗിഫ്റ്റഡ് സ്റ്റുഡന്റായി തെരഞ്ഞെടുത്തത് അഭിമാനകരമായ നേട്ടം തന്നെയായിരുന്നു. ഇരണാവ് UP സ്കൂൾ PTA നേതൃത്വത്തിൽ ഏറ്റെടുത്ത മറ്റൊരു മികച്ച പദ്ധതിയായിരുന്നു ജൈവ പച്ചക്കറിത്തോട്ടം. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ശ്രീ ഷാജിയാണ് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത്. വിഷമുക്തമായ പച്ചക്കറികൾ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണം ഏറ്റവും പോഷകപ്രദമാക്കുക എന്നതുകൂടിയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രദീപൻ മാസ്റ്റർ പച്ചക്കറിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നിർവഹിച്ചു. നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിന് ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശ്ശൂരിന്റെ വകയായി സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. കൃഷിത്തോട്ടം കുട്ടികൾ ആസ്വദിക്കുകയും പരിപാലിക്കുകയും മാതൃകയാക്കുകയും ചെയ്തുകൊണ്ട് പലരും കുട്ടിക്കർഷകരായി മാറി. ഇരണാവ് UP PTA നേതൃത്വത്തിൽ ആകാം നമുക്ക് നല്ല രക്ഷിതാക്കൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അഡ്വക്കേറ്റ് ഹംസക്കുട്ടി രക്ഷിതാക്കൾക്ക് നൽകിയ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. തുടർന്ന് ലഹരിക്കെതിരെ അവതരിപ്പിച്ച ഏകപാത്ര നാടകവും ഏവരുടെയും മനസ്സ് കീഴടക്കി. അതുപോലെ മാർച്ച് 11 നടന്ന കാവൽ ലഹരി വിരുദ്ധ ശില്പശാലയിൽ തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എന്ന ലഹരിയുമായി ബന്ധപ്പെട്ട നാടകം അരങ്ങേറി. ഈ പരിപാടിയിൽ ലഹരി വിരുദ്ധ ക്ലാസ് കൈകാര്യം ചെയ്തത് നമ്മുടെ അധ്യാപകൻ മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററായിരുന്നു. ക്ലാസ് വളരെ ആസ്വാദ്യകരമായിരുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ സന്ദർഭങ്ങളിൽ മുഹമ്മദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് അവസരവും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. മാർച്ച് 4 ഇരണാവ് UPയുടെ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കൂടാതെ ബഹുമാനപ്പെട്ട പ്രീത ടീച്ചർക്കുള്ള യാത്രയയപ്പും നടന്നു. ശ്രീ M. വിജിൻ MLAയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ V. ശിവദാസൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂടാതെ KG കുട്ടികളുടെ ക്ലാസ് മുറി, AC ഉൾപ്പെടെയുള്ള സ്മാർട്ട് ക്ലാസ് റൂം വിജിൻ MLAയും കഴിഞ്ഞ വർഷം വിരമിച്ച റീന ടീച്ചറുടെ വകയായി നൽകിയ ചിൽഡ്രൻസ് ഇൻഡോർ പ്ലേ പാർക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിതകുമാരിയും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാട്ടർ പ്യൂരിഫയർ പ്ലാന്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VV പവിത്രനും നവീകരിച്ച പാചകമുറി വൈസ് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ സ്വന്തം പ്രദീപൻ മാസ്റ്ററും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഭൗതിക സാഹചര്യത്തിൽ ഇരണാവ് UP മികച്ച നിലവാരം കൈവരിച്ച വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. തുടർന്ന് വിവിധ രംഗങ്ങളിൽ മാറ്റുരച്ച പ്രതിഭകൾക്കുള്ള സമ്മാന വിതരണം കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പങ്കൻ നിർവഹിച്ചു. കൂടാതെ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കൊച്ചു രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മൊഴിക്കിലുക്കം എന്ന പുസ്തക പ്രകാശനവും MP നിർവഹിച്ചു. അതോടൊപ്പം പ്രീ പ്രൈമറി കുട്ടികളുടെ കോൺവക്കേഷൻ പരിപാടിയും ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്തു. ഓൾ ഇന്ത്യ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പിൽ അൻവിക സ്റ്റേറ്റ് ലെവലിൽ വിജയിയായപ്പോൾ ഋഷിവ്, ആദം, ഹരിദത്ത് എന്നീ കുട്ടികൾ ജില്ലാ തലത്തിലും മറ്റെല്ലാ കുട്ടികളും സ്കൂൾ ലെവലിലും വിജയികളായിക്കൊണ്ട് മികച്ച നേട്ടം കൈവരിച്ചുകൊണ്ട് KG ക്ലാസുകളും ഉജ്ജ്വലമായി മുന്നേറുന്നു. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയും വ്യക്തമായ ആസൂത്രണത്തോടെയും വിദ്യാലയത്തിന്റെ സമഗ്ര പുരോഗതിക്കായി പരിശ്രമിക്കുന്ന അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ്, ശക്തമായ PTA, പിന്തുണക്കുന്ന രക്ഷിതാക്കൾ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, നാട്ടുകാർ, ക്ലബ്ബുകൾ, മറ്റ് സംഘടനകൾ, ഇങ്ങനെ ഈ വിദ്യാലയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇരണാവ് UP സ്കൂൾ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. ജൈത്രയാത്ര തുടരട്ടെ. നന്ദി.